നിങ്ങൾ മകളെ നിർത്താൻ പറ്റില്ല, മര്യാദ കൊണ്ടുപോകണം എന്ന് വന്ന് ചീറ്റിക്കൊണ്ട് ഇറങ്ങിപ്പോളാൻ എന്നോടും എൻ്റെ മോനോടും എൻ്റെ ഭാര്യയോടും നാട്ടി ഇറക്കി വിടുവരെ. തീർച്ചയായിട്ടും അതെ. കാരണം നമ്മൾ ആദ്യം ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ കൊടുത്തു, അത് കേസെടുത്തില്ല. രണ്ടാമത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അത് പറഞ്ഞു ഇവിടെ അല്ല കേസെടുക്കേണ്ടത്, പാലാ DSPക്ക് പരാതി കൊടുക്കേണ്ടത്. പാലാ DSP കൊണ്ട് പരാതി കൊടുത്തു, അതിൻ്റെ പരാതി സ്വീകരിച്ചു, അതിൻ്റെ രസീത് വന്നു. പക്ഷേ കേസെടുക്കാൻ 1.5 മാസക്കാലം അവർ പറയുന്നിടത്തും അത് കേസെടുത്തില്ല. പാലാ DSP സദൻ സാറ് ഞങ്ങൾ പോകുമ്പോൾ ഓരോ ഒഴിവുകൾ പറഞ്ഞ് ഞങ്ങൾ മടക്കി വിട്ടുകൊണ്ടിരുന്നു. അതിനകത്ത് കേസെടുത്തില്ല അദ്ദേഹം. എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ഈരാറ്റുപേട്ട കോടതിയിൽ നിന്ന് കേസെടുക്കുകയത്. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്തു, പക്ഷേ മൊഴിയെടുക്കാൻ വേണ്ടി ഇതായിട്ട് ഞങ്ങൾ വിളിച്ചിട്ടില്ല. മകൾ എപ്പോഴാണ് തുറന്ന് പറയുന്നത്? മകൾ ഇപ്പോൾ പറയുന്നത് എൻ്റെ മോളെ കെട്ടിയിട്ട് ഈ 13-ാം തീയതി ആകുമ്പോൾ 5 വർഷമാവും. എൻ്റെ വീട്ടിലിപ്പോൾ വന്ന് നിൽക്കാണ്ട് 9 മാസമായി, 9 മാസം കഴിഞ്ഞു. ഈ 4 വർഷം കഴിഞ്ഞ 4 വർഷമായപ്പോഴാണ് എൻ്റെ കൊച്ചി പറഞ്ഞത്. അത് കൊച്ചിനോടല്ല പറഞ്ഞത്, ഞങ്ങളുടെ മുമ്പിൽ പൊട്ടിത്തെറിച്ചു. ഞങ്ങളെൻ്റെ മോളെ കൊണ്ടുവിടാൻ വേണ്ടി വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഞങ്ങളോട് സ്ത്രീ പൊട്ടിത്തെറിച്ചു. ഞങ്ങളെ ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് തെറ്റായി പോയി എന്ന് മാതാവിനോട് പറഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞു നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് എൻ്റെ മോളോട് തട്ടിക്കയറി ചൂടായി. ആ വിവരം ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ഞങ്ങളുടെ മുമ്പിൽ ആ മാതാവ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു മോളെ ഇനി നീ പറഞ്ഞു കൊടുക്കണ്ട, അത് അവൻ്റെ ഈ മാഹിൻ്റെ പെങ്ങളുടെ കൊച്ചിനായി പറഞ്ഞു കൊടുത്തത്, അപ്പോൾ ഇനി നീ പറഞ്ഞു കൊടുക്കണ്ട, അത് അമ്മ പറഞ്ഞു കൊടുത്തോളും എന്ന് ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ആ മാതാവ് പറയുവാണ് നിങ്ങൾ മകൾക്ക് സൈഡിൽ നിന്ന് വർത്താനം പറയാൻ വന്നാണ്, നിങ്ങൾ മകളെ നിർത്താൻ പറ്റില്ല, മര്യാദ കൊണ്ടുപോകണം എന്ന് വന്ന് ചീറ്റിക്കൊണ്ട് ഇറങ്ങിപ്പോളാൻ എന്നോടും എൻ്റെ മോനോടും എൻ്റെ ഭാര്യയോടും നാട്ടി ഇറക്കി വിടുവരെ രാത്രിയിൽ. എന്നിട്ട് ഞാൻ മാഹിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ, പറഞ്ഞു നിങ്ങളുടെ മകളെ കൊണ്ടുപോക്കോ, ഞാൻ വരുമ്പോൾ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വിട്ടല്ലാതെ ഇന്ന് ഈ സെക്കൻഡ് വരെ മാഹിം പരിഹാരം ഉണ്ടാക്കിയില്ല. പള്ളിക്കാരെ ഇടപെട്ടു, ഈരാറ്റുപേട്ട നൈനാദിപള്ളി മഹല് ഇടപെട്ടു, അവർ അംഗീകരിച്ചില്ല. രാഷ്ട്രീയ പാർട്ടി ഈരാറ്റുപേട്ടയിലെ രാഷ്ട്രീയ പാർട്ടിയിൽ അവൻ്റെ കൂട്ടുകാർ ഇടപെട്ടു, അംഗീകരിച്ചില്ല. അത് ബന്ധുക്കൾ ഇടപെട്ടു, അംഗീകരിച്ചില്ല. തൊടുപുഴ അവനുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും പറഞ്ഞിട്ട് പോലും അവൻ അംഗീകരിച്ചില്ല. അവൻ്റെ അമ്മ പറഞ്ഞത് ഞങ്ങൾക്ക് മന്ത്രിയുണ്ട്, ഞങ്ങളെ ഭരിക്കുന്നത്, ഞങ്ങളെ ആരും ചുക്കും ചെയ്യാനില്ല എന്നാണ് എൻ്റെ അമ്മയുടെ അഭിപ്രായം. ഈ മാഹിൻ അമ്മ പറയുന്നത് അപ്പുറം ഒരു വാക്ക് തിരിച്ച് പറയില്ല. ഭാര്യ മാഹിനെ മുമ്പിൽ വെച്ച് പല പ്രാവശ്യങ്ങളും മാതാവ് ചീത്ത പറയുകയും അടിക്കാൻ പോകുകയും ചായക്കലം വെച്ച് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും മാഹിൻ മിണ്ടാതെ നിന്നതേ ഉള്ളൂ. മാഹിൻ്റെ ഫാദറിൻ്റെ ചേട്ടൻ്റെ മകൻ ഇടപെട്ട് കൊണ്ടുവിട്ട വീട്ടിൽ കയറ്റി വിട്ട. അപ്പോൾ മാഹിൻ്റെ പെങ്ങളും അമ്മായും മാഹിനും പറയുന്നത് ആശനാണ് അത്തായോ അമ്മായോ ആങ്ങളെയോ ഈ വീട്ടിൽ കയറാൻ പറ്റില്ല, നിനക്ക് മാത്രം വേണമെങ്കിൽ ഇവിടെ കയറാം എന്ന് പറഞ്ഞ് സ്ത്രീധനം ആവശ്യപ്പെട്ടുണ്ടായിരുന്നു മർദ്ദനം. സ്ത്രീധനം ആവശ്യപ്പെട്ടായിരുന്നു. എന്തോരം കൊടുത്താൽ മതിയാവില്ല. ഞാൻ വിവാഹ സമയത്ത് 10 ലക്ഷം രൂപ സ്ത്രീധനം ആവശ്യപ്പെട്ട് വന്നപ്പോൾ ഞാൻ കല്യാണം വേണ്ടാന്ന് ഒഴിവാക്കി വിട്ട. വീണ്ടും രണ്ടാമത് 7 ലക്ഷം രൂപയ്ക്ക് 7 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ രണ്ടാമത് കല്യാണം വെച്ചു. ഞാൻ ഈ കല്യാണം നടത്താൻ കാരണം എൻ്റെ കൊച്ചിനെ പഠിപ്പിച്ച് ഞാൻ BCom പാസ്സാക്കി ഞാൻ പഠിപ്പിച്ച് എൻ്റെ കൊച്ചിനെ എവിടെയെങ്കിലും ജോലി സ്ഥലപ്പെടുത്തി കൊടുക്കുമെന്ന് വിചാരിച്ചാണ് ഈ മാഹിൻ എന്ന വ്യക്തിക്ക് ഞാൻ എൻ്റെ കൊച്ചിനെ വിവാഹം കഴിച്ച് കൊടുത്തത്. ചെന്ന് കയറി ഒരു വർഷം കഴിഞ്ഞ മാഹിൻ്റെ അമ്മ പറഞ്ഞു പഠിച്ച ആൾക്കാർ വേണമെങ്കിൽ ജോലി മേടിച്ചോളും, നീ ജോലിക്കൊന്നും ശ്രമിക്കണ്ട എന്നാണ് മാഹിൻ്റെ അമ്മ പറഞ്ഞത്. അതിന് മാഹിൻ്റെ പെങ്ങളും ഒത്താശ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. ഈ മാഹിൻ്റെ പെങ്ങളാണ് ഇതിനകത്ത് മെയിൻ, അമ്മയെ കൊണ്ട് പറയുന്നത്. ഈ മാഹിൻ്റെ പെങ്ങളും അമ്മയാണ് ഇതിനകത്ത് മെയിൻ എൻ്റെ കൊച്ചിനോട് മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നു. അപ്പടി 1-ാം പ്രതിയായിട്ട് ചേർന്നിരിക്കുന്നത് മാഹിൻ്റെ അമ്മായിയാണ് 1-ാം പ്രതി, പെങ്ങൾ 2-ാം പ്രതി, മാഹി 3-ാം പ്രതിയാണ്. ഞാൻ കേസ് കൊടുത്തത് അങ്ങനെയാണ്. എന്നുള്ള പല പ്രാവശ്യങ്ങളിലും 7 ലക്ഷം സ്വീകരണം കൊടുത്ത കൂടാതെ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ടുണ്ട്, സ്ഥലം മേടിക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ വായ്പയായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും മാഹി തിരിച്ച് തന്നിട്ടില്ല ഞങ്ങൾക്ക്. സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിവാഹത്തിൽ വന്നവർ. സ്ത്രീധനം ആവശ്യപ്പെട്ട 10 ലക്ഷം രൂപ ചോദിച്ചാൽ വന്നത്. അത് ബ്രോക്കർ മുഖേനയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് കല്യാണം വേണ്ട, ഞങ്ങൾക്ക് ഒഴിവായി പോകാം. വീണ്ടും രണ്ടാമത് വന്നു, ഒരു 7 ലക്ഷം രൂപ കൊടുക്കുന്നു. 7 ലക്ഷം രൂപയ്ക്ക് ഞാൻ കൊച്ചിൻ്റെ കല്യാണം നടത്തി കൊടുത്തത്. മകൾ വീട്ടിലോട്ട് വരാനുണ്ടായ സാഹചര്യം അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാം. നിൽക്കാൻ പറ്റാത്ത സാഹചര്യം കാരണം ഞങ്ങളുടെ മുമ്പിൽ ഇറക്കി, നീ ഇറങ്ങി പോടിയെന്ന് പറഞ്ഞാൽ ആട്ടി ഇറക്കി വിടും എൻ്റെ കൊച്ചിനെ. അപ്പം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചു ഗർഭിണിയായിരുന്ന സമയത്ത് എൻ്റെ കൊച്ചിനെ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടിട്ടുണ്ട്. ഒരു മാതാപിതാക്കൾ ചെയ്യാത്ത പണിയാണ് ചെയ്തേക്കുന്നത്. എൻ്റെ കൊച്ചിന് അത്രേ കൂടുതൽ മാഹിൻ്റെ അമ്മായി പെങ്ങളും മാഹി ചെയ്തിട്ടുണ്ട്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ 9 മാസമായിട്ട് എൻ്റെ കൊച്ചിന് സമാധാനത്തിൽ അന്തരീക്ഷ ജീവിതം ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകണേ. എനിക്ക് ഒരിക്കലും പുറക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഒരു കൊച്ചേ ഉള്ളൂ, ഒരാണും ഒരു പെണ്ണുമാണ് എനിക്കുള്ളത്. ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. എന്നൊക്കെ പറ്റുന്ന രീതിക്ക് എല്ലാം ഞാൻ കൊടുത്തോണ്ടിരുന്നത്. എന്തോരം കൊടുത്താൽ അത് കൊടുത്തതായിട്ട് ഒരു കണക്കും എനിക്കില്ല.
ഞാൻ കൊടുത്തതിൽ ഒരു സന്തോഷമായിട്ട് മനസ്സിലില്ല. അത് കൊടുക്കാൻ കാരണം എൻ്റെ കൊച്ചിന് സന്തോഷം കിട്ടട്ടെ എന്നോർത്ത് മാത്രം ഞാൻ കൊടുത്തത്. അല്ല എൻ്റെ ഉണ്ടായിട്ടല്ല, ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കുന്നത്. അല്ല എൻ്റെ ഉണ്ടായിട്ട് കൊടുത്തതല്ല, എൻ്റെ കൊച്ചിന് ആ വീട്ടിൽ സന്തോഷം സമാധാനം കിട്ടട്ടെ എന്നത് മാത്രം. എൻ്റെ കൊച്ചി ഇതെന്ത് കയറി പിറ്റേ ദിവസം വന്ന് ഈ കറുത്തവള ഞാൻ എൻ്റെ നിർബന്ധം കൊണ്ടല്ല കല്യാണം കഴിച്ചത്. മാഹിന് വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്നതിൻ്റെ പേരിൽ മാത്രം ഞാൻ നിന്നെ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു എന്ന മാഹിൻ്റെ അമ്മ പറഞ്ഞത്. അതുപോലെ പെങ്ങൾക്ക് അവകാശം കൊടുത്തില്ല എന്ന് പറഞ്ഞു. അവർക്ക് ഞങ്ങളുടെ ഇവിടുത്തെ ആചാരപ്രകാരം 5001 ഞാൻ വെച്ച് കൊടുത്തു. ഈരാറ്റുപേട്ട് സ്വർണ്ണ വെക്കണേ, അത് പറഞ്ഞില്ല അവർ. പറഞ്ഞെങ്കിൽ ഞാൻ അതും കൊടുത്തേനെ, പറഞ്ഞില്ല. അതിന് പകരം ഞാൻ 30,000 കട്ടിലും പെട്ടും ഞാൻ കൊണ്ട് ഈ പെങ്ങൾക്ക് കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളോട് വിരോധം ഞങ്ങൾക്ക് തീരില്ല എന്നാണ് എൻ്റെ മോളോട് എന്നോട് പറഞ്ഞത്.